2026 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന അതായത് ഒരു ചെറിയൊരു പ്രതിസന്ധി മിക്കവാറും നിയമസഭയിൽ അവർ നേരിടാൻ പോകുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്. കാര്യം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ആണ് ഒരു ഭരണം നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വടക്കൻ മലബാർ മേഖലയിലാണെങ്കിൽ CPM-ന് അവരുടേതായ കണ്ണൂരും കോഴിക്കോടും ഒക്കെ അവർക്ക് കുറച്ച് സീറ്റുകളുണ്ട്, ലീഗിനും കുറച്ച് സീറ്റുണ്ട്. അതിന് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഈ പറയുന്ന 3 ജില്ലകളിലെ സീറ്റാണ് ശരിക്കും ഭരണം നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? 2021-ലെയും തെരഞ്ഞെടുപ്പും 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം LDF, UDF ഇവയുടെ ശാക്തിക ബലാബലത്തിൽ വന്ന മാറ്റമാണ് മെയിനായിട്ട് പറഞ്ഞത്. കാരണം UDF-ന് ശുഭപ്രതീക്ഷ വെച്ച് വയ്ക്കാതെ 60% അല്ലെങ്കിൽ 70% വരെ സീറ്റുകൾ ജയിക്കാമെന്ന് ഉറപ്പുള്ള 2 ജില്ലകളുണ്ട് മിനിമം. ഒന്ന് മലപ്പുറം, 2 എറണാകുളം. മറിച്ച് LDF-ന് അങ്ങനെ 60% സീറ്റുകളും ജയിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന ഒരു ജില്ല പോലും ഇപ്പം നിലവിലില്ല. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പറയാമായിരുന്നു, 2021-ൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ജില്ലയായിരുന്നു. കൊല്ലം പറയാമായിരുന്നു. അതെ, പക്ഷെ അത് പോയി. ഇന്ന് LDF-ന് ഏത് ജില്ലയിൽ അങ്ങനെ പൂർണ്ണമായിട്ടൊരു മേധാവിത്വം കിട്ടുന്നൊരു ജില്ലയില്ല. പിന്നെ താങ്കൾ പറഞ്ഞ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇതിൽ തിരുവനന്തപുരം ജില്ല ആണ് എങ്ങോട്ട് വേണേ ആകാം. അത് ആർക്കും സാറ് പറഞ്ഞ ഈ LDF-ന് മേധാവിത്വം കിട്ടില്ലെന്ന് പറഞ്ഞത് വടക്കൻ ജില്ലകളിലാണ്. എവിടെയാണ് കിട്ടുന്നത്? കിട്ടുന്ന ജില്ല പറഞ്ഞു, കിട്ടാൻ സാധ്യതയുള്ളൊരു ജില്ല പറഞ്ഞു. കണ്ണൂർ കിട്ടൂലേ? കണ്ണൂർ എത്ര കഴിഞ്ഞ പ്രാവശ്യം പോലും 2 ജയിച്ചു, സുഖമായിട്ട് ജയിച്ചു. ആ 2-ൽ നിന്ന് കൂടുതലേ ഉള്ളൂ കോൺഗ്രസിന്. ഏതായാലും ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടാവുകയും കൂടെ ചെയ്താലോ. കണ്ണൂരിലെ സ്ഥിതി മാറും, കാസർഗോഡെ മാറും, കോഴിക്കോടെ മാറും, ആ രീതിയിൽ കോഴിക്കോടും മാറും. വയനാട് കോൺഗ്രസിന് തന്നെ കയ്യിലുള്ളൂ, അതിന് 3 സീറ്റേ ഉള്ളൂ. അത് നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. ഇടതുപക്ഷത്തിന് ഷുവർ എന്ന് പറയാൻ പറ്റുന്നൊരു ജില്ലയില്ല. മലപ്പുറം പോലെ പറയാൻ പറ്റുന്ന ജില്ലയുണ്ടോ? എറണാകുളം പോലെ പറയാൻ പറ്റുന്നൊരു ജില്ലയുണ്ടോ? ആ മാറ്റം കാര്യമായ മാറ്റമാണ്. മറ്റേത് കോൺഗ്രസിന് ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത് തിരുവനന്തപുരത്തോട്ട് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ബലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കരുണാകരൻ ഗ്രൂപ്പായിരുന്നു. അതെ, കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ. ആ ഗ്രൂപ്പ് ശിഥിലമായി പോയി. ഇപ്പം ശരത്ചന്ദ്ര പ്രസാദ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, കാർത്തികേയൻ ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാർ മേഞ്ഞു നടന്ന സ്ഥലത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കരുണാകരൻ ഗ്രൂപ്പ് പോയി. മാത്രമല്ല കരുണാകരൻ ഇടയ്ക്ക് DIC ഉണ്ടാക്കി അങ്ങോട്ട് മാറുകയും ചെയ്തു. ഇത് രണ്ടും സംഘടനാപരമായ കെട്ടുറപ്പിനേക്കാളുള്ള അടിത്തറയിൽ വിള്ളലുകൾ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് അവിടെ വന്നുമില്ല. സാർ, അതുമാത്രമല്ല നായർ വോട്ട് ഒരു പരിധിവരെ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതല്ലേ? അത് മുന്നോക്ക നായർ വോട്ടുകൾ, നായർ വിഭാഗങ്ങളുടെ വോട്ടിൽ കോൺഗ്രസ് മംഗലം, വട്ടിയൂർക്കാവ്, കവടിയാറ്, അതും മധ്യവർഗം ഉണ്ടായിരുന്ന ഏരിയയിലൊക്കെ തന്നെ കോൺഗ്രസിന് ഒരുപാട് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അത് ആ നായർ വോട്ടുകളുടെ എങ്ങോട്ട് പോകും? ക്രിസ്ത്യൻ വോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല ക്രിസ്ത്യൻ വോട്ട് ഇപ്പോഴും ഉണ്ട്. ഇന്നും കാര്യമായ മാറ്റം നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുണ്ട്. പിന്നെ പറയുന്ന പോലെ ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്ന തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ മുസ്ലിംസ് വെളിയിലുള്ള ആൾക്കാർ, തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂറിലുള്ള മുസ്ലിംസ് കൂടുതലും മദനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പുറകെ പോയവരുമാണ് കൂടുതലും. അത് മാറി ഇപ്പം എല്ലാം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ പുറകിലിട്ട് വന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്തുമാത്രം ഉണ്ടെന്ന് ഇപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കോൺഗ്രസിന് ഇപ്പോൾ ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം. പക്ഷേ സാർ, അത് പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആകെ കോവളം മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടിയ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ. കോവളം മാത്രം അല്ല, അങ്ങനെ ആയിപ്പോയി. എല്ലാ നേതാക്കന്മാർ ഓരോരുത്തരെ എടുത്ത് പറയണോ? ശിവകുമാർ പാർട്ടിക്ക് ലീഡറേ ഉള്ളൂന്നേ, ജില്ലാ ഭാരവാഹികളേ ഉള്ളൂ. ഇവർ ശിവകുമാറിനെ കുറിച്ചൊരു ഇൻ്റർവ്യൂ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എത്ര നിയോജന കമ്മിറ്റി മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങൾ എത്ര മണ്ഡലം കമ്മിറ്റി, ഇതുവരെ ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാക്കിയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ നേതാക്കന്മാരാണ്. രമേശ് ചെന്നിത്തല വരുമ്പോൾ അവിടെ കാണും, സണ്ണി ജോസഫ് വരുമ്പോൾ അവിടെ കാണും, സുധാകരൻ വരുമ്പോൾ കാണും, സതീശൻ വരുമ്പോൾ കാണും. നേതാക്കന്മാർ വരുമ്പോൾ ഇവരെല്ലാം പ്രസിഡൻ്റാണ്. അല്ലെങ്കിൽ അതുമല്ല, നേതാക്കൾക്ക് താഴെക്കടയിലുള്ളവരായിട്ട് ഒരു ആക്സസും ഇല്ല സാർ. അല്ല, അതാ പറഞ്ഞ നേതാക്കന്മാർ വരുമ്പോൾ മാത്രമേ ഇവർ കാണൂ. നേതാക്കന്മാർക്ക് വെറുക്കപ്പെട്ടവരായി സാധാരണ അവിടുന്ന് പുറപ്പെട്ടു. അണികൾക്ക് ഇഷ്ടമല്ല ഈ നേതാക്കളെ. പക്ഷേ അണികൾക്ക് വേറെ ചോദിച്ചു. ഒരു സമരത്തിന് വിളിച്ചാൽ പോലും അവരാരും ചെല്ലാറ്. ഈ ഏറ്റവും മുകളിലുള്ള സതീശനും സുധാകരനും അങ്ങനെയുള്ള നേതാക്കന്മാരെ കോൺടാക്ട് ചെയ്യുന്ന ഇടത്തരക്കാർ ഇത്തരം നേതാക്കളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്.
ഇപ്പോൾ തിരുവനന്തപുരത്ത് ആവശ്യം വന്ന രമേശ് ചെന്നിത്തല കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വി എസ് ശിവകുമാറിനെയാണ്. ആലോചിച്ചോണം. സാർ കരുണാകരന്റെ കഥ പറഞ്ഞപ്പം കരുണാകരനോടൊപ്പം നിന്ന് നിരവധി കൗൺസിലർമാരുണ്ടായിരുന്നു. ഈ മഹേശ്വരൻ നായരൊക്കെ, ജഗതിയിലെ മഹേശ്വരൻ നായരെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ BJP-യിൽ പോയി. ഒത്തിരി പേര് പോയി. സതീഷ് ഉണ്ടായിരുന്നു. സതീഷ് ഇപ്പോൾ BJP-യിലാണ്. തമ്പാനൂർ സതീഷ്. കരുണാകരൻ്റെ പിന്നോട്ട് പോക്ക് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരു നല്ല വിഭാഗത്തെ മറുവശത്തേക്ക് പോയിട്ടുണ്ട്. ഇനി രണ്ടാമത് വീണ്ടും കോൺഗ്രസ് കാണിച്ചു വെക്കാൻ പോകുന്ന അപകടം, തിരുവനന്തപുരം കാണിച്ചു വെക്കാൻ പോകുന്ന അപകടം, തരൂരിനെ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച, ഇപ്പം തന്നെ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഇനിയും പാളിച്ച കൂടാമെങ്കിൽ ഇവരാരും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയം പോകും. അവിടെയാണ് അഡ്വാൻറ്റേജസ് BJP എന്ന് നമുക്ക് പറയേണ്ടി വരുമോ, അഡ്വാൻറ്റേജ് BJP എന്ന് പറയേണ്ടി വരുമോ എന്നുള്ള പൊസിഷനുണ്ട്. ടെന്നീസിലൊക്കെ പറയുന്ന അഡ്വാൻറ്റേജ് BJPക്ക് വേണമെങ്കിൽ ജയിക്കാം. ഈ കന്യാസ്ത്രീ വിരോധം ഉണ്ടാകുന്നതുകൊണ്ട്, കന്യാസ്ത്രീകളെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെങ്കിൽ ആ ജില്ല തിരുവനന്തപുരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളുണ്ട്. പക്ഷെ മറിച്ച് ഇപ്പുറത്ത് പത്തനംതിട്ട മുഴുവൻ സീറ്റും UDF ജയിച്ചാലും അത്ഭുതപ്പെടില്ല. LDFന് ഉറപ്പെന്ന് പറയാനുള്ള സീറ്റില്ല അവിടെ. LDFന് ഉറപ്പ് എന്ന് പറയാനുള്ള സീറ്റില്ല. ആ പത്തനംതിട്ട അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അപ്പുറത്ത് കൊല്ലം എടുത്താലും ഇതേ രീതിയിൽ തന്നെയാണ്. അല്ല, പത്തനംതിട്ട പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ പത്തനംതിട്ട ഇപ്പം എത്ര സീറ്റ് UDFനുണ്ട്? ഒന്നുമില്ല. അവിടുന്ന് ഒന്നല്ല കിട്ടാൻ പോകുന്നത്. അവിടെ 1000-ന് താഴെയോ 1000-നടുത്തോ ഒക്കെയുള്ള ലീഡ് മാത്രമാണ് LDF ജയിച്ചിരിക്കുന്നത്. അത് ആ സീറ്റെല്ലാം ഇത്തവണത്തെ വേഴ്സിൽ കത്തോലിക്ക കൺസോളേഷനും മുസ്ലിം കൺസോളേഷനും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് UDFന് കിട്ടും. സവർണ ഹിന്ദുവിൻ്റെ കൺസോളേഷൻ ഉണ്ടായാൽ മാർക്സിസ്റ്റ് CPM-ന് കിട്ടിയല്ലോ. ഞാൻ ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ സാർ തിരുവനന്തപുരം എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നത് സാർ പറയുന്നത്? ഞാൻ 5 തൊട്ട് 7 വരെ സീറ്റ് പ്രതീക്ഷിക്കുന്നു. 5 തൊട്ട് 7 വരെ? അത് ഏതൊക്കെ മണ്ഡലം? കഴക്കൂട്ടം പ്രതീക്ഷിക്കുന്നു. കഴക്കൂട്ടം UDFനോ? അതെങ്ങനെ വരും? അത് കഴക്കൂട്ടം താരം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാരാണ്. കടകംപള്ളി സുരേന്ദ്രനെ തോപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള CPM-കാരോട് BJP വി മുരളീധരനെ നിർത്തുമെന്ന് പറയുന്നു. വി മുരളീധരൻ നിന്നോട്ടെ. അപ്പോൾ അവിടെ ആരായിരിക്കും? അവിടെ വി മുരളീധരൻ ജയിക്കാൻ പോകുന്നതുകൊണ്ട് CPM-ന്റെ വോട്ടല്ല. അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി ആരാണ്? കോൺഗ്രസിന് ഒരുമാതിരി കൊള്ളാവുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അത് ഒരാളുടെ പേര് പോലും എടുത്ത് പറയാൻ പറ്റില്ല. ഡോക്ടർ ലാലാ? ലാല് പോപ്പുലർ അല്ല. ലാല് നമ്മുടെ ലിജുവിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു അക്കാഡമിക് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളല്ല. ലാലെല്ലാം വേറെ ഉണ്ട്. അവിടെ INDS ഉണ്ട്. പിന്നെ അടുത്ത വട്ടിയൂർക്കാവ് നല്ല ഫൈറ്റ് നടക്കും. പക്ഷേ വട്ടിയൂർക്കാവ് പ്രശാന്തനാണ്. അല്ല, മുരളീധരനും പ്രശാന്തുമായിട്ട് സംഭവിക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള മാർക്സിസ്റ്റുകാർ, എടുത്തു പറയുന്നു, താഴെത്തട്ടിലുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒത്തിരി പ്രവർത്തകർ കോൺഗ്രസിലേക്ക് മാറും. പാർലമെൻറ്റ് ഇലക്ഷൻ മാറുന്നതിന് ഒരു മടിയില്ലെന്ന് അവർ കാണിച്ചല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മാറി വോട്ട് ചെയ്യുന്നതിന് ഒരു മടിയില്ലെന്ന് ആര് കാണിച്ചു തന്നു? മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കാണിച്ചു തന്നു, CPM കാണിച്ചു തന്നു. ഇനി രണ്ടാമത് നമ്മൾ പറയുന്ന വേറൊരു പേടി പറയുന്നത് BJP CPM അലയൻസ് ആണെന്നുള്ളതാണ്. ഒരിക്കലും താഴെത്തട്ടി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അലയൻസാണ് താഴെത്തട്ടി. കാരണം BJP അണികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും CPM അണികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പരസ്പര വിരോധമാണ്. പരസ്പരം കണ്ടാൽ കൊല്ലം. രക്തസാക്ഷികളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് രക്തസാക്ഷികളുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. BJPയുടെ അണികളും കോൺഗ്രസിൻ്റെ അണികളും അല്ല CPM-ൻ്റെ അണികളും സംസാരിക്കുന്നത്. ഇതതുകൊണ്ട് അങ്ങനെ കൂട്ടിക്കെട്ടൽ നടക്കുകയില്ല. അപ്പുറം നേതാക്കന്മാർ വോട്ട് ചെയ്യും. സുരേന്ദ്രൻ വേണ തോമസ് ഐസക്കിനും അല്ല സാർ, സാറ് പറയുന്നത് ഇപ്പം തിരുവനന്തപുരം ശരി 5 വരെയുള്ള സീറ്റ് സാർ കാണുന്നുണ്ട്. ഓക്കെ, അത് സാറ് സീറ്റുകൾ കഴക്കൂട്ടം പറയുന്നു, വട്ടിയൂർക്കാവ് പറയുന്നു, പിന്നെ വേറെ ഏതൊക്കെയാണ് പറയുന്നത്? കോവളം പറയുന്നുണ്ട്. കോവളം പറയാം, നേമം പറയാം. നേമം കോൺഗ്രസിനോ? നേമം കോൺഗ്രസും പറയാം. കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഇതിൻ്റെ പുറകോട്ട് പോയതിൻ്റെ കാരണം എന്നാന്ന് അന്വേഷിക്കുക. പിന്നെ കാട്ടാക്കടയുണ്ട്, നെയ്യാറ്റിങ്കരയുണ്ട്, പാറശാലയുണ്ട്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ ജയിക്കാവുന്ന ഒത്തിരി സീറ്റിലേക്ക് വരും. അവിടെ BJPക്ക് ഭയങ്കര ഹോൾഡാണ്. അല്ല, BJPക്ക് ഹോൾഡ്. നെയ്യാറ്റിങ്കരയും പാറശാലയും നേമവും വട്ടിയൂർക്കാവും. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് എവിടെയാണ് പോകുന്നത്? BJPക്ക്. എങ്ങനെ പോകുന്നു? കോൺഗ്രസിൻ്റെ വോട്ട് പോകുന്നു. CPM-ന്റെ വോട്ട് സാർ പഴയ അതുപോലെ ഞാൻ പറഞ്ഞത് CPM-ന്റെ വോട്ടും BJPക്ക് പോകുന്നുണ്ട്. അല്ല, അത് ആ ലിമിറ്റ് അങ്ങോട്ട് അത് മാറുന്നു. CPM-ന്റെ അല്ല, ഈ പിന്നെ എങ്ങനെ വേണമെങ്കിൽ ഈ ക്രോസ് ഔട്ട് എന്ന് പറയും. അല്ല, ഉദാഹരണത്തിന് കോൺഗ്രസിന് കിട്ടുന്ന കഴിഞ്ഞ ഈ പാറശാലയൊക്കെ കിട്ടിയ തീരപ്രദേശത്തെ ഒത്തിരി വോട്ടുകൾ, മേഴ്സിക്കുട്ടിയമ്മ അങ്ങനെയുള്ളവരുടെ കെയർ-ഓഫിൽ ഒത്തിരി വോട്ടുകൾ ആർക്ക് കിട്ടി? CPM-ന് കിട്ടി. ആ വോട്ടൊക്കെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരിക. സംശയമുണ്ടോ? പാറശാല ഹരീന്ദ്രൻ നായരൊക്കെ ഭയങ്കര പേരാ. കാട്ടാക്കട IB സതീഷൊക്കെ ഭയങ്കര. അത് വ്യക്തിപരമായിട്ട് ഇവർക്ക് പേരുള്ളവരുണ്ട്. അങ്ങനെ ചുരുക്കം എനിക്ക് തിരുവനന്തപുരം ജില്ല അങ്ങനെ വ്യക്തിപരമായ ക്രെഡിറ്റിൻ്റെ പേരിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഇവരുണ്ടാക്കും. അതിൻ്റെ നിങ്ങളായി കാണുമ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കാണുക. ആര്യരാജേന്ദ്രനെ കാണിയല്ലേ? ആര്യരാജേന്ദ്രനൊക്കെ തോറ്റു. നേമത്തെ ആര്യരാജേന്ദ്രൻ ഞാൻ വെറുക്കപ്പെട്ട യുവത്വങ്ങളുടെ ഒരാളാണ്. മുമ്പേ നേമം ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായില്ലേ?
നിയമം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ആര്യ ഉദ്ദേശിച്ചാണ് പറഞ്ഞു. ആര്യ രാജേന്ദ്രനൊക്കെ നിന്നാ അങ്ങ് അപ്പോൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴോ വീണ ജോർജ് മാത്രം ഒരാൾ പോലെ ഒരു 2-3 പേരെ തോൽപ്പിക്കാൻ 2-3 പേരെ തോൽപ്പിക്കാൻ വീണ ജോർജ് മാത്രം മതി. പിന്നെ ഇവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ മഹിമ കൂടി അത് നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ആലപ്പുഴ എങ്ങനെയായിരിക്കും സാർ? ആലപ്പുഴ ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആലപ്പുഴ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴയും പാർട്ടിക്കകത്തെ അടി, സുധാകരൻ്റെ റോള്, അച്യുതാനന്ദൻ്റെ അനുഭാവികളുടെ വൈകാരികമായ റെസ്പോൺസ്, ഈ 3 ഘടകങ്ങൾ സഹായിക്കുമെങ്കിൽ സഹായിക്കുന്നത് UDF ആയിരിക്കും. UDF നല്ല സ്ഥാനാർത്ഥി ഇടാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷുക്കൂറൊക്കെ കാണിക്കുന്ന പോലെ ട്രപ്പീസ് കളിച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാൻ പോയി നടക്കില്ല. ഉറച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കോൺഗ്രസ്സാണ്. അപ്പോൾ സാറിന് പ്രതീക്ഷയുണ്ട് ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അല്ല പത്തനംതിട്ട ജില്ലകളിൽ, ആലപ്പുഴ അല്ല നമ്മൾ പത്തനംതിട്ടയാണ് സംസാരിച്ചത്. പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം സംസാരിക്കേണ്ടിയിരുന്നത്. അതെ, കൊല്ലം പറഞ്ഞു. കൊല്ലം എന്താണ്? കൊല്ലം എങ്ങനെയാണ്? കൊല്ലത്തും കോൺഗ്രസ് പ്രതീക്ഷിക്കാതെ ജയിച്ചു വരും. കൊല്ലത്ത് ആകെ ഒരു കുണ്ട്ര സീറ്റ് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി മഹേഷ്. പിന്നെ കൊല്ലം കരുനാഗപ്പള്ളിയും കൊല്ലം ടൗൺ തന്നെ അങ്ങനെ വരും. ടൗൺ ഇപ്പം മുകേഷിനെ നിർത്തുന്നില്ല. അത് അതിന് ആ മുകേഷിനെ മാറ്റിയിട്ട് വേറെ തന്നെ കൊണ്ടുവരുമ്പോൾ ഇതുപോലൊരുത്തനല്ലേ കൊണ്ടുവരുന്നത്. അതാണ് മുകേഷ് ഇതുപോലുള്ള ഒരാളല്ല. മുകേഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജ് ഇപ്പോൾ ഒന്നും വേണ്ട. ഉമ്മൻചാണ്ടിയുടെ കാര്യം നമ്മളൊന്നും കുറ്റപ്പെടുത്തി പറയല്ല. സരിത കേസ് ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ബാർ കേസും കെ ബാബുവായിട്ട് ബന്ധപ്പെട്ട ഡാമേജ് ഏതെല്ലാം നിയമമണ്ഡലത്തിൽ ബാധിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് മുകേഷിനെ CPM ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയാക്കുന്നില്ല. ഇല്ല ഒന്ന് തള്ളി പറഞ്ഞു. അതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ അർത്ഥം എന്താ? CPM നമ്മൾ ഒരു ചർച്ച തുടങ്ങി വെച്ചാണ്. CPM നന്നാകാനുള്ള പല വഴികളുണ്ടായിരുന്നു. ആ പല വഴികളും അവർ മിസ് ചെയ്തു. അവിടെയാണ് അതിനകത്തെ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ സാറ് പറയുന്ന 5 സീറ്റ് തിരുവനന്തപുരത്ത്. കൊല്ലത്ത് എത്ര പേർ കിട്ടുമെന്നാണ് പറയുന്നത്? കൊല്ലത്ത് 3-4 കിട്ടാം. 4 സീറ്റ് വരെ. പത്തനംതിട്ട മുഴുവൻ തന്നെ കിട്ടാം. അങ്ങനെ തന്നെ പറയും. ഏതാ സീറ്റ് പോകുന്നതെന്ന് പറ. ഇങ്ങോട്ട് പോകുന്ന സീറ്റ് പറ. പത്തനംതിട്ട 5 സീറ്റല്ലേ ഉള്ളൂ? 5 സീറ്റ് ഉള്ളൂ. പോകുന്ന സീറ്റ് പറ. അങ്ങനെ ആലോചിക്കും. റിവേഴ്സ് പ്രോസസ്. ആലപ്പുഴ ഇപ്പോൾ കായംകുളം വേണം, എങ്ങനെ വേണോ വരാം. അവിടെ ശോഭാ സുരേന്ദ്രൻ അതൊരു സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ട്രയാങ്കുളർ തന്നെയായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോയി വരും. സുധാകരൻ്റെ ഇത് പരസ്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അത് അച്യുതാനന്ദൻ്റെ സ്പിരിറ്റ് മാക്സിമം അവിടെ ഊതിക്കത്തിക്കാൻ സുധാകരനെ പോലും ശ്രമിക്കും. പിന്നെ ഐസക്കിനൊന്നും അവിടെ ഒരു കാര്യമില്ല. അല്ലല്ലോ ഒരു ഇൻഫ്ലുവൻസ്. ഏതായാലും സാർ ചിത്രം തെളിഞ്ഞു വരാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്ന ഒരു അവസ്ഥ. 2-3 സെഷൻ ഇരിക്കേണ്ടി വരും തീർച്ചയായിട്ടും. ഇനി ഓരോ ജില്ലയിലും എല്ലാ പാർട്ടിക്കും, ഏത് മുന്നണിക്കും അതിനെ കെട്ടുറപ്പോടെ നയിക്കുന്ന ഒരു നേതാവ് കാണണം. അതുപോലെ ഒരു ജില്ലയിൽ ഒരു ഐക്കണായ ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ നിർത്തണം. അയാളെ കണ്ടുകൊണ്ടായിരിക്കും ബാക്കി. ഇപ്പോൾ ഷാഫി വടകര നിന്നപ്പോൾ കിട്ടിയ പ്രയോജനം, സുധീരൻ തൃശ്ശൂർ നിൽക്കാൻ പോകുമ്പോൾ പറയുമ്പോൾ തന്നെ കിട്ടുന്ന പ്രയോജനം ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇത് കാണും. പക്ഷേ സാർ അങ്ങനെ അത് കോൺഗ്രസിന്റെ തീരുമാനം പോലെ ഇരിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ലിസ്റ്റ് കൊണ്ടു കൊടുക്കും, മറ്റേ സതീശനൊരു ലിസ്റ്റ് കൊണ്ടു കൊടുക്കും, സുധാകരൻ കൊടുക്കും, അടൂർ പ്രകാശ് കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം ഒരു തത്തമ്മയെ നോക്കാൻ പറ്റും കാക്കക്കൂട്ടി വെച്ചിട്ട് ഹൈദരാബാദ് അവിടെ നിന്ന് വന്ന പ്രിയഞ്ചിൻ്റെ അവരുടെ പേര് ദീപാദാസ് മുൻഷിയുടെ തത്തക്കൂടുമായിട്ട് വന്നിരിക്കുകയാണ്. ആ തത്തയുടെ മുമ്പിൽ എല്ലാം കൂടെ വെച്ച് കൊടുക്കും. തത്ത ഓരോന്ന് പിറക്കിയെടുക്കും. അവർ തീരുമാനിക്കില്ല. കോൺഗ്രസ് ഗൗരവത്തോടെ ഇതിനെ കാണണം. ഗൗരവത്തോടെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളല്ല. നമ്മൾ മുമ്പേ പറഞ്ഞു കിട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ അഡ്വാൻറ്റേജ്, അവരുടെ അപ്രോച്ച് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന മെച്ചം ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഒരു 25 പേരെങ്കിലും, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു 15 പേരെങ്കിലും ഉണ്ടാകും. 25 പേരെങ്കിലും യുവജന രംഗത്തു നിന്ന് മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ നിർത്തണം. വനിതകൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും അവരെ കോൺഗ്രസ് മുന്നിൽ നിർത്തുകയും അവർക്ക് പിൻബലം കേൾക്കാൻ മുമ്പ് ഈ പിണറായി വിജയൻ്റെ നാറ്റത്തിന് പകരം സുധീരനെ പോലുള്ളവരെ നിർത്തണം കൂടെ. ഓരോ ജില്ലയിലും അങ്ങനത്തെ 1-2 പേര്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം. ഓക്കെ.